ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് സാത്താന്റെ ഒരു യന്ത്രം അല്ലെങ്കിൽ തന്ത്രം എന്ന് പറയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് കുതന്ത്രം. സാത്താൻ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു യന്ത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും കുതന്ത്രം. സാത്താൻ ക്രീപ്പി ആൻഡ് ക്രാഫ്റ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് കുതന്ത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളല്ലെങ്കിൽ അവൻ്റെ കുതന്ത്രത്തിൽ നാം വീണു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. എല്ലാത്തിനും യന്ത്രമാണ്. പഴയതുപോലെ ആരും കഷ്ടപ്പെടേണ്ട ഒരവസ്ഥയില്ല. നമുക്കറിയാലോ, ഇന്ന് തെങ്ങ കയറാൻ യന്ത്രം, അതുപോലെ തന്നെ അരി പൊടിക്കാൻ യന്ത്രം, അരി ആട്ടാൻ യന്ത്രം, അതുപോലെ മറ്റ് ഏത് കാര്യം അരിയാനും മിക്സ് ചെയ്യാനും അങ്ങനെ ഏത് കാര്യം നോക്കിയാലും അതിനെല്ലാം യന്ത്രമുണ്ട്. മെഷീനറീസ്. അതുകൊണ്ട് തന്നെ പഴയതിനേക്കാളൊക്കെ കാര്യങ്ങൾ ഒരുപാട് എളുപ്പമായി. കമ്പ്യൂട്ടറൈസേഷൻ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതോടൊപ്പം ഉയർന്നു വരുന്ന ഒരു വിന അത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. നമുക്ക് കാണാൻ സാധിക്കും, ഇതെല്ലാം അന്ന് ജീവിത സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചത് കൊണ്ട് ഇന്ന് അധ്വാനം വളരെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ മസില് കുറഞ്ഞിട്ട് മാംസം കൂടുന്ന ആ ഒരവസ്ഥയാണ് പലരിലും നമ്മൾ കണ്ടുവരിക. കാരണം വേറെ അധ്വാനിക്കേണ്ട കാര്യമില്ല, വെറുതെ ഇരുന്നാൽ മതി. ഏതാണ്ട് ഇറച്ചിക്കോഴിയെ പോലെ വളർന്നു വരുന്ന മക്കള് നമ്മുടെ തന്നെ കുടുംബത്തിലുണ്ടാകാം. നമുക്കറിയാമല്ലോ, ഇറച്ചിക്കോഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തിന്നും, വെള്ളം കുടിക്കും, കാഷ്ടിക്കും, അങ്ങനെ അത് മുമ്പോട്ട് പോകും. അനങ്ങാതെയുള്ള ഒരു ജീവിതമാണ്. അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകും. ഏതാണ്ട് ഈ അവസ്ഥയിൽ ചില മക്കളെ കാണാൻ സാധിക്കും. ആകപ്പാടെയുള്ളവരുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കും, ബാത്റൂമിൽ പോകും, പിന്നെ അവർ ഇത് ഫോൺ നോക്കും, അതല്ലെങ്കിൽ വേണമെങ്കിൽ കുറേ സമയം കിടന്ന് ഉറങ്ങും. ഇങ്ങനെയുള്ള ഏതാനും കാര്യങ്ങളല്ലാതെ ഒരു പണിയും ചെയ്യാത്ത അങ്ങനെയുള്ള മക്കളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും നമ്മുടെ കുടുംബത്തിൽ പോലും. അവരൊക്കെ ഏതാണ്ട് ഈ ഇറച്ചിക്കോഴി വളർന്നു വരുന്നത് പോലത്തെ ഒരവസ്ഥയിലല്ലേ എന്നുള്ളത് നാം തിരിച്ചറിയണം. അങ്ങനെയുള്ളവർക്ക് മസില് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. മാംസം ഓവറായിട്ട് ചിലപ്പം ഉണ്ടായിന്ന് വരും. നമുക്ക് ഇവിടെ ശരീരത്തിനൊരു ഉറപ്പും മസിലും ഒക്കെ വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നവരായിട്ട് മാറണം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സാത്താനുണ്ട്, അവൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. 1 യോഹന്നാൻ 5:19 വചനം പറയുന്നത് എന്താണ്? ലോകം മുഴുവൻ സാത്താന്റെ ശക്തി വലയത്തിലാണ്. അവനില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ബൈബിളിൽ പറയേണ്ടതുണ്ടോ? 1 പത്രോസ് 5:8 വചനം പറയുന്നത് മനുഷ്യന്റെ യഥാർത്ഥ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നവനാണ്. പറയുണ്ട് അവനുണ്ട്, അവൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം നമുക്ക് അംഗീകരിച്ചിരിക്കാം. ലൂക്കാ 10:18 വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ആരുടെ വാക്കാ? യേശുവിൻ്റെ വാക്കാണ്. യേശു പറഞ്ഞൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്, സാത്താനുണ്ട്, അവൻ്റെ രാജ്യമുണ്ട്, അവൻ പ്രവർത്തിക്കുന്നുമുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സാത്താന്റെ യന്ത്രം എന്ന് പറയുന്നത് കുതന്ത്രമാണ്. അവന് കുതന്ത്രം പ്രയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2 കൊരിന്തോസ് 11 വചനം ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാത്താൻ വരുന്നത് സാത്താന്റെ വേഷത്തിലല്ല, അവൻ വരുന്നത് മാലാഖയുടെ വേഷത്തിലാണ്. അത് കുതന്ത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് എളുപ്പമാണ്. സാത്താൻ എന്ന് പറഞ്ഞല്ല അവൻ വരിക. നിന്നെ നശിപ്പിക്കാനാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും വരാറില്ല. നിന്നെ രക്ഷിക്കാൻ, നിന്നെ സഹായിക്കാൻ, നിന്റെ കാര്യം നടത്തി തരാൻ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് സാത്താനും വരാറുള്ളത്. അവൻ മാലാഖയുടെ വേഷമണിഞ്ഞ് നമ്മളെ സഹായിക്കാൻ എന്ന ആ ഒരു ഇത് വ്യാജേന അവൻ നമ്മളെ നശിപ്പിക്കാൻ നോക്കും. നമ്മുടെ ആത്മാവിനെ കവരാൻ അവൻ പരിശ്രമിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, സാത്താന്റെ 6 ആയുധങ്ങളെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അവൻ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ്. നുണ, കെണി, ചതി, വഞ്ചന, കൂരമ്പ്, കുടിലതന്ത്രം. ഇങ്ങനെയുള്ള 6 ആയുധങ്ങളാണ് അവനെടുത്ത് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് നമ്മളൊരു ഉറക്കം തൂങ്ങികളായിട്ടോ ഒരു സാമട്ടിലൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. സഖറിയായുടെ പുസ്തകം 3 1 വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജോഷുവയുടെ മേൽ കുറ്റമാരോപിക്കാൻ ഒരവസരം നോക്കിയിരുന്ന സാത്താൻ. അതുപോലെ യൂദാസിന്റെ പുസ്തകം 1 എടുത്താൽ മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിക്കുന്ന സാത്താനെ നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്കൊക്കെ വേണ്ടി സാത്താൻ അങ്ങനെ ചെയ്തെങ്കിൽ നമ്മളെ വെറുതെ വിടുവോ? നമ്മള് പാപജീവിതം നയിച്ചിട്ട് സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ സാത്താൻ അവിടെ വാദിക്കാൻ മുമ്പോട്ട് വരും. സ്വർഗത്തിന് നമ്മൾ അർഹരല്ല എന്ന് വാദിച്ച് സ്ഥാപിക്കാൻ അവൻ പരിശ്രമിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. കാരണം അവർ പറയാൻ പറ്റും,
ഞാൻ പല പ്രാവശ്യം ഇവരെ വീഴ്ത്തിയിട്ടുണ്ട്, വഴിതെറ്റിച്ചിട്ടുണ്ട്, അടിമകളാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവന് വാദിക്കാനുള്ള ഒരു വേദി അവിടെ ലഭിക്കുകയാണ് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, സാത്താന്റെ ശക്തി ചെറുതൊന്നുമല്ല, വളരെ വലുതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല. 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടതെന്താ? നിന്റെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നവനാണ്. കൂട്ടിക്കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാ. അപ്പം അലറുന്ന സിംഹം പറയുണ്ട്, ഇവന്റെ ശക്തി വളരെ വലുതാണ് എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞിരിക്കണം. 2 കൊരിന്തോസ് 4-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അവൻ അന്ധകാര ലോകത്തിന്റെ അധിപനാണ്. അവന് വളരെയേറെ ശക്തിയുണ്ട് എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ദാനിയേൽ 10-ാം അധ്യായം. ഒരു ദൈവദൂതനെ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ അവിടെ തടഞ്ഞു നിർത്തുന്നത് 21 ദിവസം അവിടെ നിർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുണ്ട്, സാത്താന്റെ ശക്തി വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞിരിക്കാം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, യേശുവിലൂടെ സാത്താന്റെ ലക്ഷ്യം നമുക്ക് തകർക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അത് നമ്മളാരും സാത്താനെ പേടിക്കേണ്ടതില്ല, പക്ഷെ ജാഗരൂകരാകണം. അതാണ് ദൈവവചനം നമുക്ക് തരുന്ന സന്ദേശം. 1 യോഹന്നാൻ 3:8 പറയുന്നുണ്ട്, യേശു വന്നത് പിശാചിന്റെ പ്രവൃത്തി തകർക്കാൻ വേണ്ടിയാണ്. 1 യോഹന്നാൻ 5:18 പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റത്തില്ല. 2 തീമോത്തി 2:26 വായിച്ചാൽ, സാത്താൻ അവന്റെ ഇഷ്ടനിർവഹണത്തിന് ദൈവമക്കളെ അടിമകളാക്കാൻ നോക്കും. അടിമകളായവർക്ക് പോലും സുബോധം വീണ്ടെടുത്ത് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. കൊളോസസ് 1:13 വായിച്ചാൽ, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു ഈ അന്ധകാര ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു, മോചിപ്പിച്ചു. കൊളോസസ് 2:15 കൂടി എടുക്കുകയാണെങ്കിൽ, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവന് അവയെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ പരിഹാസപാത്രമാക്കുന്നതിനെ കുറിച്ച് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാണാൻ പറ്റും. പറയുണ്ട്, യേശുവിനോട് ചേർന്ന് നിന്നാൽ അവന്റെ സ്വന്തമായിട്ട് നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം സാത്താന് നമ്മെ തൊടാൻ പോലും പറ്റില്ല, അന്ധകാര ശക്തിക്ക് നമ്മെ അടിമയാക്കാൻ പറ്റില്ല. ഈ ഒരു ബോധ്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. സാത്താൻ പൂജയിൽ പെട്ടുകിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടുവാനായിട്ട് നമുക്കൊരു കോമൺ നിയോഗമായിട്ട് വെച്ച് പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കും. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.